അനുവിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് റീഎൻട്രികൾ എല്ലാവരും കൂടെ കൂട്ടത്തോടെ ആക്രമിച്ചിരിക്കുകയാണ്. എന്താണ് സത്യാവസ്ഥ? ഇത് അനുമോൾക്ക് തന്നെ വിനയാകുമോ? എല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. ഡേ 95 രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 2:15 വരെയുള്ള ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം ചാനൽ. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഞാൻ BB+ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പറയുന്നത്. അനീഷ് മാത്രം ഒന്നിനും തന്നെ പോകുന്നില്ല, ആരോടും ഒന്നിനും പോകുന്നില്ല. നല്ല ഗെയിമൊക്കെ കളിച്ച് ഇങ്ങനെ മിണ്ടാതെ നടക്കുകയാണ് ചെയ്യുന്നത്. മിണ്ടാതെ എല്ലാവരും ചിരിച്ചും കളിച്ചും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുകയാണ് ചെയ്യുന്നത്. നെവിനും വലുതായിട്ട് ഒന്നിനും ഇടപെടുന്നില്ല. നെവിനും സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. പക്ഷെ അക്ബറിന്റെ കാര്യം അങ്ങനെയല്ല. അക്ബർ കയറി ഇടപെടുന്നുണ്ട്, എല്ലാ പ്രശ്നത്തിലും തല വെച്ച് കൊടുക്കുന്നുണ്ട്. അക്ബർ ശരിക്കും ഇവരുടെ ഗെയിം പ്ലാനിൽ വീണു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അപ്പാനിയുടെ കൂടെ നിന്നിട്ട് ഗെയിം കളിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പാനിയുടെ കൂടെ നിന്ന് ഗെയിം കളിച്ച് അക്ബർ അതിനകത്ത് വീണു. പിന്നെ ആദിലയും നൂറയുടെയും കാര്യം പറയാതിരിക്കുക നല്ലത്. അവർ മൂക്കും കുത്തി വീണിരിക്കുകയാണ് ആദിലയും നൂറയും. അവരുടെ ഗെയിം പ്ലാനകത്ത് അങ്ങോട്ട് മൂക്കും കുത്തി വീണു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അനു ഇവിടെ വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അതായത് ഇന്നലെ എല്ലാവരും കൂടിയിട്ട് അനുവിനെ കൂട്ടാക്രമണം നടത്തിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ വിഷമത്തിലാണ് അനു ഇരിക്കുന്നത്. അയ്യോ ഞാൻ ഒറ്റപ്പെട്ടല്ലോ എന്നുള്ള അവസ്ഥയിലാണ് അനു ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ജിഷിനും അബിയും കൂടി വന്നിട്ട് അത് വേറെ രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ അവരുടെ ഗ്രാൻഡ് ഫിനാലെ ഗെയിം പ്ലാൻ ഉണ്ടല്ലോ. അതായത് ഈ ഗ്രാൻഡ് ഫിനാലെ വരുന്ന സമയത്ത്, ഫിനാലെ വീക്ക് വരുന്ന സമയത്ത് അവർ ഓരോ ഗെയിം പ്ലാൻ ഇങ്ങനെ കരുതി വെച്ച് കാണും. ആ ഗെയിം പ്ലാനൊക്കെ പൊളിക്കുന്ന ഒരു രീതിയിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകുന്നത്. അതായത് അവർ അതായത് മുന്നോട്ട് പോക്കിനെ തടയിടുക എന്നുള്ള രീതിയിൽ, ആ രീതിയിലാണ് ഇപ്പോൾ അവരുടെ ഗെയിം പ്ലാൻ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയാനുള്ളത്. പിന്നെ ഇന്നലെ രാത്രി BB+നകത്ത് നമ്മുടെ ശൈത്യ ആദിലോട് ചോദിക്കുന്നുണ്ട്, കിച്ചണിൽ എന്താണ് ഇത്ര പ്രശ്നം? അപ്പോൾ ആദില പറയുന്നുണ്ട്, കിച്ചണിലാണ് കണ്ടന്റ് എന്ന് അനു പറയുന്നത്. അപ്പോൾ അനു പറയുന്നത്, യോജിക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കും, എൻ്റെ സ്വഭാവം മാറ്റാൻ വേണ്ടി അവൾ നോക്കും എന്ന് ആദില പറയുന്നു. അപ്പോൾ ശൈത്യ പറയുന്നുണ്ട്, എടി അവൾ പറയുന്നുണ്ടല്ലോ അത് ആത്മാർത്ഥ സുഹൃത്തുക്കളുടെ മോശം പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ എന്തിനാണ് അവൾ എന്നെ മോശം പറഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നത്. അതിനിടയിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ശാരീരിക ഒരു കാര്യം എടുത്തിടുന്നുണ്ട്. ആരും ഡ്യൂട്ടി ഒന്നും ചെയ്യുന്നില്ലേ, ആരും നോക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഒരാൾ ഒന്നും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അനീഷ് മാത്രമാണ് ചെയ്യുന്നത്. അനീഷ് പോയിട്ട് എല്ലാവരും അടുത്ത് എടാ പാത്രം കഴുകാൻ ഒന്ന് വരുമോ, അതായത് ഫുഡ് ഉണ്ടാക്കി തരുമോ എന്നൊക്കെ ചോദിക്കുന്നത് അനീഷ് മാത്രമാണ് അതിനകത്ത് എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അനീഷ് മാത്രമാണ് ചെയ്യുന്നത് കേട്ടോ. ഒരു പ്രശ്നങ്ങളിലേക്കും പോകാതെ സ്വന്തം കാര്യം നോക്കി എല്ലാ കാര്യങ്ങളും അനീഷ് നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അനീഷ് ഓൺ ദി റൈറ്റ് ട്രാക്ക് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അതുപോലെ തന്നെ നെവിനും അങ്ങനെയാണ് ഇരിക്കുന്നത്. ഒരു പ്രശ്നത്തിലും പോയി ഇടപെടുന്നില്ല. അപ്പോൾ നമ്മുടെ പിന്നീട് വാഷിംഗ് ബേസിൻ ഉണ്ടല്ലോ, വാഷ് ബേസിൻ, ആ സാധനമൊക്കെ അഴുക്കായി കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ അതൊക്കെ അനീഷ് കഴുകി വയ്ക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ശൈത്യ, ആദില, അതുപോലെ തന്നെ നൂറ, ഷാനവാസ് ഇവരൊക്കെ ഇങ്ങനെ കൂടി ഇരുന്നിട്ട് സംസാരിക്കുകയാണ്. ശൈത്യ അനുവിൻ്റെ കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ അനീഷിനെ കുറിച്ച് ഷാനവാസ് പറയുന്നുണ്ട്, അതായത് മിസ്യൂസ് ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവൾ അത് എൻജോയ് ചെയ്യുകയാണ്, ഇന്നലെ അവൾക്ക് 0 കൊടുത്തപ്പോൾ അത് മാറി കിട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അനീഷിൻ്റെ പ്രണയ അഭ്യർത്ഥന അവൾ ഗെയിം പ്ലാൻ ആക്കി മാറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നൂറ പറയുന്നുണ്ട്, അനീഷ് ആർമി അറ്റാക്ക് ചെയ്യുമെന്ന് പേടിച്ചിട്ട് അവൾ മിണ്ടാതിരുന്നു എന്ന് പറയുന്നുണ്ട് നൂറ. പിന്നെ പ്രവീണായിട്ട് ലവ് ട്രാക്ക് നടത്തിയ കാര്യം ശൈത്യ പറയുന്നുണ്ട്. പിന്നെ നൂറ പറയുന്നുണ്ട് ഫ്രണ്ട്ഷിപ്പും അവൾ യൂസ് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ റന ആദിലെ വിളിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് നമ്മുടെ രഞ്ജിത്ത് ഒന്നും മൈൻഡ് ആക്കാതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു മട്ടിലാണ് ഇരിക്കുന്നത്. പിന്നീട് നമ്മുടെ അനു പ്രവീണും കൂടി സംസാരിക്കുന്നുണ്ട്, PR-ൻ്റെ കാര്യം സംസാരിക്കുന്നു. അപ്പോൾ അനു പറയുന്നുണ്ട്, എനിക്ക് മാത്രമാണോ PR ഉള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്രവീൺ പറയുന്നുണ്ട്, അല്ല എല്ലാവർക്കും PR ഉണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനു ചോദിക്കുന്നുണ്ട് പിന്നീട് എല്ലാവരും എൻ്റെ തലയിലാണ് PR കൊണ്ടുവയ്ക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനീഷിന് PR ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്രവീൺ പറയുന്നുണ്ട്, അനീഷിനുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. BB+നകത്ത് ഇത്രയും കാര്യങ്ങളാണ് നടക്കുന്നത്. പിന്നെ നമ്മൾ എപ്പിസോഡിനകത്ത് കണ്ടല്ലോ, നമ്മുടെ RJ ബിൻസി നമ്മുടെ അനുമോളും തമ്മിലുള്ള വലിയൊരു നീണ്ടൊരു വഴക്ക് കണ്ടില്ലേ, അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. ഈ വഴക്ക് കഴിഞ്ഞതിന് ശേഷം ഈ ചർച്ചകൾ മാത്രമാണ് അവിടെ നടക്കുന്നത്, വേറെ ഒന്നും തന്നെ അതിനകത്ത് നടക്കുന്നില്ല. കാരണം ഈ റീഎൻട്രികൾ വന്നത് ഈ അടി ഉണ്ടാക്കാൻ മാത്രമാണോ എന്ന് സംശയിക്കുന്നവർ വരെയുണ്ട്. ഇവർ വരണ്ടായിരുന്നു എന്ന് തോന്നിയവർ വരെയുണ്ട്.
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊന്നും വരണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം റീ എൻട്രികളൊന്നും വന്നിട്ട് ഒരു കാര്യമില്ല. കാരണം ഈ സീസൺ അപേക്ഷിച്ച് വമ്പ പരാജയം എന്നാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. കാരണം അത്രമേൽ അതായത് ഈ ഫിനാലെ വീക്കാണ്. അപ്പോൾ അവർക്ക് പ്രചോദനം നൽകാനാണ് ഈ റീ എൻട്രികളെ കയറ്റിവിടുന്നത്. അവർക്ക് ആത്മവിശ്വാസം നൽകാൻ, അവർക്ക് നന്നായിട്ട് കളിക്കണം, അതായത് നീ ഇങ്ങനെ ഇരിക്കാൻ പാടില്ല, നിങ്ങൾ കുറച്ചും കൂടി ഗെയിം ആക്റ്റീവായിട്ട് കളിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാനാണ് ഈ റീ എൻട്രികൾ അതിനകത്തൊക്കെ കയറ്റിവിടുന്നത്. അത് സന്തോഷകരമായിട്ട് പോകാൻ വേണ്ടിയാണ്. പക്ഷേ ഇവിടെ നടക്കുന്നത് എന്താ? മൊത്തം അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം പരദോഷണം പറച്ചില്ല, മൊത്തം അടി. ഇത് തന്നെയാണ് അതിനകത്ത് നടക്കുന്നത്. ഈ റീ എൻട്രികൾ കയറി വന്നതിന് ശേഷമാണ് ഫുൾ അടി കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നത്. അതിന് മുമ്പ് അടി ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ കൂടിയത് ഇവർ വന്നതിന് ശേഷം മാത്രമാണ്. ഓക്കെ, ഇനി ഇന്നത്തെ ദിവസത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇന്ന് വളരെ ശാന്തമായ ഒരു പ്രഭാതത്തിലാണ് ബിഗ് ബോസ് വീട് ഉണരുന്നത് തന്നെ. അതിനുശേഷം മോർണിംഗ് സോങ്ങും കാര്യങ്ങളൊക്കെ വരുന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞില്ല, ഇതേ ചർച്ചകൾ കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് വീട്ടിൽ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ അതായത് ബിഗ് ബോസ് വീടിൻ്റെ ഓരോ കോണിലും ഇങ്ങനെ പോയി അലയടിക്കുക എന്നൊക്കെ പറയില്ലേ, ആ സൂര്യൻ്റെ പ്രഭാത കിരണം അതിൽ പോയി തട്ടുക എന്നൊക്കെ പറയുന്ന പോലെ ഈ പ്രശ്നം ഇങ്ങനെ കടന്ന് ബിഗ് ബോസ് വീട്ടിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്പാനി പറയുന്നുണ്ട് ഇവിടെ, എടാ ഇനി നമ്മൾ ഇന്നലെ ക്ലാരിറ്റി ഉണ്ടാക്കാൻ ഇന്നലെ രാത്രി ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ ഒക്കെ പുറത്ത് PR എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുമെന്ന് കണ്ടറിയാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മുടെ അനുവും ജിഷ്ണും കൂടി സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അനു പറയുന്നുണ്ട്, അനു ഇവിടെ പറയുന്നു, അതായത് ബിൻസി ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അപ്പാനിയുടെ കൂടെ അതായത് അവരുടെ കൂടെ നടന്നപ്പോൾ അന്നേ ഞാൻ പറഞ്ഞതാണ് അത് മോശമെന്ന്. അപ്പോൾ ആദിലയും അതുപോലെ തന്നെ ശൈത്യം എല്ലാവരും ഉണ്ടായിരുന്നു എന്ന് അനു പറയുന്നു. ഇപ്പോൾ കുറ്റം വന്നപ്പോൾ എൻ്റെ തലയിൽ മാത്രമായി, എൻ്റെ PR നെഗറ്റീവ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജിഷിൻ പറയുന്നുണ്ട്, PR അല്ല അനു, ഫാൻസ്. പിന്നെ അപ്പോൾ അനു പിന്നെ ജിഷിനെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അനു പറയുന്നുണ്ട് പിന്നീട് കർമ്മ അക്ബർ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. കർമ്മ നമുക്ക് അവർക്ക് കൊടുക്ക് എന്ന് അക്ബർ ഇന്നലെ പറഞ്ഞിരുന്നു എന്ന് പറയുന്നുണ്ട്. അവർക്ക് കുടുംബം മക്കളൊക്കെ ഉള്ളതല്ലേ എന്ന് വിചാരിച്ചല്ലേ നോക്കുമ്പോൾ വിചാരിച്ചിട്ടൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ നോക്കുമ്പോൾ എന്താ കാണുന്നത്? ഒരു പ്ലേറ്റിൽ കഴിക്കുന്നു, ഒരു ബെഡിൽ ഉറങ്ങുന്നു, അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുകയാണ്. നമ്മുടെ ബിൻസിയും അപ്പാനിയും പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹഗ് ചെയ്യുന്നു, കിസ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജിഷിൻ പറയുന്നത് അത് ആണും പെണ്ണും ചെയ്തുകൊണ്ടാണ് അനു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇവർക്ക് 2 കാര്യത്തിലാണ് പ്രശ്നം വന്നത്. ആ 2 കാര്യത്തിലാണ് ഇവർക്ക് പ്രശ്നം വന്നതെന്ന് പറയുന്നുണ്ട്. ശരത്തിനെയും അതുപോലെ ബിൻസിയും പോയപ്പോൾ, അതായത് ശരത്ത് ബിൻസി പോയപ്പോൾ അവർ പോയി ഹഗ് ചെയ്തു. അപ്പോൾ നീ പറഞ്ഞു ആണിനെയും പെണ്ണിനെയും പറ്റി, അതാണ് ഈ പ്രശ്നത്തിനെല്ലാം കാരണമെന്ന് ആര് പറയുന്നു? ജിഷിൻ പറഞ്ഞു. അപ്പോൾ അനു പറയുന്നു, അതിന് ഞാൻ സോറി പറഞ്ഞിട്ടുണ്ട് ശരത്ത് ചേട്ടനോട് എന്ന് പറയുന്നുണ്ട്. ഇത് കിടന്ന് അനുഭവിക്കേണ്ട കാര്യം എനിക്കില്ല എന്നൊക്കെ അനു പറയുന്നുണ്ട്. അപ്പോൾ ജിഷിൻ പറയുന്നുണ്ട്, എന്തായാലും പുറത്ത് നെഗറ്റീവായിട്ടുണ്ട് അനു, അത് വെള്ളപൂശാൻ വേണ്ടി ആണ് ഇവർ ഇങ്ങോട്ട് കയറി വന്നതെന്ന് വരെ എനിക്ക് സംശയമുണ്ടെന്ന് അനു പറയുന്നുണ്ട്. അപ്പോൾ അതായത് എല്ലാവരും തള്ളി പറഞ്ഞാൽ നമുക്ക് വീട്ടുകാരുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജിഷിൻ അനുവിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അനു സമാധാനിക്കൊന്നും പേടിക്കൊന്നും വേണ്ട, ഞങ്ങളെല്ലാവരും നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നീടാണ് മസ്താനി പറയുന്നുണ്ട്, എൻ്റെ എവിക്ഷൻ വീഡിയോയ്ക്കാണ് PR അതായത് തെലുങ്കിൽ ചീത്തവിളി, തമിഴിൽ ചീത്തവിളി, കന്നഡയിൽ ചീത്തവിളി, എൻ്റെ ഫുഡ് വരെ ഇറക്കി. അപ്പോൾ ആദിലും നൂറയും പറയുന്നുണ്ട്, ഇത്രയും ഇമ്പാക്റ്റോ ഇവിടെ നിന്ന് ഇറക്കി വിടണ്ടായിരുന്നു എന്ന് പറയുന്നു? ഇവർ രണ്ടുപേരും കൂടി പറയുന്നു. അപ്പോൾ മസ്താനി പറയുന്നുണ്ട്, എൻ്റെ പേരിൽ ഫുഡ് വരെ ഇറങ്ങി, അതായത് മസ്താനി ബിരിയാണി, മസ്താനി ഐസ്ക്രീം, മസ്താനി ഡ്രസ്സ് എല്ലാം എൻ്റെ പേരിലാണ്, സൈബർ ബുള്ളിങ് മാത്രമാണ് സഹിക്കാൻ കഴിയാത്തതെന്ന് മസ്താനി പറയുന്നു. അപ്പോൾ പിന്നീട് അനു എല്ലാവരെയും ഇന്നലത്തെ കൂട്ടാക്രമണം ചെയ്തു. അനു പറയാണ്, എന്നെ എല്ലാവരും കൂടി ഇന്നലെ കൂട്ടാക്രമണം ചെയ്തു ജിഷ്ണേട്ട എന്ന് പറയുന്നു. അപ്പോൾ അബിൻ ജിഷ്ണു പറയുന്നു, നീ മിണ്ടാതിരിക്കുക, നീ ഇതൊന്നും കാണുക വേണ്ട, കേൾക്കുകയും വേണ്ട, ഇത് മത്സരമാണ്, നിങ്ങളെല്ലാവരും നിൻ്റെ കൂടെയുണ്ട്, ആരും ഇവിടെ ഒറ്റപ്പെട്ടിട്ടൊന്നുമില്ല എന്ന് പറയുന്നു. ഇത്രയും കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. പിന്നീട് അനീഷും നെവിനും ഓൺ ദി റൈറ്റ് ട്രാക്ക്, അതായത് അവർ എങ്ങനെയാണോ കളിക്കുന്നത് അതുപോലെ തന്നെ അനീഷ് എങ്ങനെയാണോ കളിക്കുന്നത്, അനീഷിൻ്റെ ഗെയിം പ്ലാൻ എങ്ങനെയാണോ അതുപോലെ തന്നെ ഓൺ ദി റൈറ്റ് ട്രാക്കിലാണ് അവരുടെ ഗെയിം പ്ലാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ടുപേരുടെയും ഒരു പ്രശ്നത്തിൽ ഇതുവരെ പോയി ഇടപെട്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഷാനവാസ് ഇന്ന് രാവിലെ മുതൽ സൈലൻ്റ് ആയിട്ടാണ് കാണുന്നത്. പുള്ളിക്കാരുടേതായ ഗെയിം കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ
അവർക്കൊരു മോർണിംഗ് ടാസ്ക് കൊടുത്തിരുന്നു. അതായത് ഈ ബിഗ് ബോസ് വീട്ടിൽ പല പല ആൾക്കാരും പല പല മൊമെൻറ്റ്സ് ആണോ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് ക്യാമറയിൽ പതിഞ്ഞ അല്ലെങ്കിൽ ശ്രദ്ധിച്ച കാര്യം പറയുക എന്നൊക്കെ പറയുന്നത്. അതിനകത്ത് എല്ലാവരും അനീഷിൻ്റെ പേരാണ് പറയുന്നത്. പഴയ ഓർമ്മകളൊക്കെ പുതുക്കുന്ന ഒരു ടാസ്ക്കാണ് കൊടുത്തത്. നല്ലൊരു ടാസ്ക് തന്നെയായിരുന്നു. അതിനുശേഷം ഈ പരദൂഷണം പറച്ചിൽ തന്നെയാണ് അവിടെ നടക്കുന്നത്. പരദൂഷണം പറച്ചിൽ എന്ന് പറഞ്ഞാൽ പരദൂഷണം പറച്ചിൽ അനീഷ് ഒഴികെ, അതായത് ഷാനവാസ്, അനു, നെവിൻ, ആദില, നൂറ, അക്ബർ, ഇവർ 6 പേർക്കും നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ട്. പുറത്ത് ഞങ്ങൾക്ക് PR-ൻ്റെ കളിയെ പറ്റി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അനീഷിന് മാത്രം ഒന്നും മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അനീഷ് അത് മനസ്സിലാവാത്ത ഭാവത്തിലാണ് കളിക്കുന്നത്. കാരണം അനീഷിന് അറിയാം എങ്ങനെയാണ് ഗെയിം പ്ലാൻ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും ദിവസം പിടിച്ചു നിന്നത് അവിടെ. ഓക്കെ, അനീഷും നെവിനും ഓൺ ദി റൈറ്റ് ട്രാക്ക് എന്ന് പറയാൻ എനിക്കൊരു മടിയില്ല. ഓൺ ദി റൈറ്റ് ട്രാക്കിലാണ് അവരുടെ ഗെയിം. മറ്റുള്ളവരുടെ ഗെയിം, മറ്റു 4 പേരുടെ ഗെയിം എങ്ങനെയാണ് വളഞ്ഞ രീതിയിൽ, അതായത് വളഞ്ഞ രീതി എന്നൊക്കെ പറയില്ലേ, വളഞ്ഞു പിടിക്കുക അല്ലെങ്കിൽ കൂട്ടാക്രമണം പിടിക്കുക എന്നൊക്കെ പറയുന്നത്, അങ്ങനത്തെ ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ ആരൊക്കെയാണ് കയറുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രേണു സുധി വരുന്നുണ്ട്. അതുപോലെ തന്നെ ആര്യൻ, ജിസേല്, ബിന്നി, സാബു, ഒനേല്, ലക്ഷ്മി, ഇവരൊക്കെ ഇന്ന് ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറും. ഒരു പ്രൊമോ വന്നിരുന്നു. അതിനകത്ത് രേണു സുധി ഉണ്ട്, ആര്യനുണ്ട്, ജിസേലിനെ കാണിച്ചിട്ടില്ല, ബിന്നിയുണ്ട്, സാബുമാനും പിന്നെ ഒനേലുണ്ട്, ലക്ഷ്മിയുണ്ട്. ഇവരെയാണ് കാണിച്ചത്. ജിസേല് പക്ഷേ വരുന്നുണ്ട് എന്നാണ് അറിഞ്ഞത്. എന്തായാലും ജിസേൽ ചിലപ്പോൾ ഇവരൊക്കെ കയറിയതിന് ശേഷം പിന്നീടായിരിക്കും വരുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അവരൊക്കെ വരട്ടെ. അതിൻ്റെ വിശേഷങ്ങളായിട്ട് വരാം, അടുത്ത വീഡിയോ ആയിട്ട് വരാം, അടുത്ത വിശേഷമായിട്ട് വരാം. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ലൈവ് കണ്ടെന്ന് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ ആയിട്ട് ശ്രമിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ടോപ്പ് 5 ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതിനെക്കുറിച്ച് നമുക്കൊരു വീഡിയോ ചെയ്യാവുന്നതാണ്, ടോപ്പ് 5 പ്രഡിക്ഷൻ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും മറക്കാതെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, അടുത്ത വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.